ഒരു റെസ്ക്യൂ ടീമാണ്, നന്മക്കൂട്ടം എന്ന് പറഞ്ഞ റെസ്ക്യൂ ടീമാണ്. അവിടെ നിന്നാണ് ഞങ്ങളിവിടെ നന്മക്കൂട്ടം ഞങ്ങൾ കൂടെ എമർജൻസി എന്ന് പറഞ്ഞൊരു ടീം കൂടെ ഉണ്ട്. ഞങ്ങൾ 2 ടീമാണ്. ഈരാറ്റുപേട്ട നേരെക്കുറെ 40-40ഓളം പേര് ഇവിടെ വർക്കിന് വന്നു. ഈ ഉരുൾപൊട്ടലുണ്ടായി എന്നറിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെടുകയും അന്ന് രാത്രി തന്നെ ഇവിടെ എത്തുകയും ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ മോർച്ചറിൽ അതായത് ബോഡി വരുന്ന വർക്കുകളാണ് ചെയ്തിരുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉരുൾപൊട്ടിയ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുകയും ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ തന്നെ ഇവിടെ തിരിച്ചെത്തി. അപ്പോൾ ഇവിടെ ഞങ്ങൾ കൂടുതലായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള റെസ്ക്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ മുങ്ങൽ വിദഗ്ധരായ റെസ്ക്യൂവേഴ്സാണ്. അപ്പം ഈ ഭാഗത്ത് വെള്ളത്തിൽ പോയിരിക്കുന്ന ആൾക്കാരെ എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെ ഞങ്ങൾ ഇവിടെ എത്തി. ഇന്നലെ അത്യാവശ്യം ഞങ്ങൾ കുറച്ച് വർക്ക് ചെയ്യാൻ നോക്കും. ഇന്നലെ തന്നെ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ 6 മണിയായപ്പോൾ തന്നെ ഞങ്ങളിവിടെ വരികയും ഒരു 7-7:30 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ സൈറ്റിൽ ഇറങ്ങുകയും ചെയ്തു. മാക്സിമം ഞങ്ങൾ കവർ ചെയ്തു. 1-2 ബോഡിയുടെ പാർട്സുകളൊക്കെ നമുക്ക് ഇവിടെ റെസ്ക്യൂ ചെയ്ത് കിട്ടാനെത്തും. അത് നമ്മളിവിടെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ റിസ്ക്കി ആയിട്ടുള്ള ഏറെക്കുറെ 10-15 കിലോമീറ്ററോളം ഞങ്ങൾ ഈ കാടിൻ്റെ 2 സൈഡിൽ കൂടെ നടന്നും ഈ കുത്തൊഴുക്ക് ഞങ്ങൾ അക്കരെ ഞങ്ങളുടെ 3-4 മെമ്പേഴ്സ് നീന്തിക്കടന്ന് അക്കരെ ചെന്ന് ഈ സൈഡ് വഴി മുഴുവൻ ഷെയർ ചെയ്തു ഞങ്ങൾ. അപ്പം ശരിക്കും ഭയങ്കര സ്ട്രെയിനായിട്ടുള്ള ഒരു വർക്കായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര സങ്കടമായ ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങൾ വളരെയധികം സ്ഥലങ്ങളിൽ ഇതുപോലെ റെസ്ക്യൂ പ്രോഗ്രാം ഞങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രക്ഷാ പ്രവർത്തനത്തിൽ ഞങ്ങൾ പോകുന്നതാണ്. അതിൽ ഏറ്റവും സങ്കടമായ ഒരു അവസ്ഥ ആണ് ഇപ്പോൾ ഈ സ്ഥലങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഭയങ്കര റിസ്കി ആയിട്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ഒരു ജനസേവനപരമായ നല്ലൊരു വർക്ക് ഞങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ ഒരു ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇത് ഞങ്ങളുടെ നന്മക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റാണ് ഷാജി KKP. ഞങ്ങൾക്ക് നന്നായിട്ട് ഇത് വർക്ക് ചെയ്യാൻ സാധിച്ചു. പടത്തിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങളുടെ എല്ലാ അംഗങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അപകടം കൂടാതെ ഞങ്ങൾക്ക് പ്രവർത്തനത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു.